Good afternoon, everyone. Good afternoon, Miss. Good afternoon, Miss. Yeah. Good afternoon, Miss. So first of all, okay. So, lunch കഴിച്ചോ? Have you had your lunch? Yeah. Good afternoon. Okay. കഴിച്ചു. Good afternoon. Lunch കഴിച്ചു. എല്ലാവരും ആക്റ്റീവ് ആണ്. ക്ലാസ് കേൾക്കാനും പഠിക്കാനും റെഡിയാണോ? Yes, ma'am. Yes, ma'am. Yeah, very good. Yeah. First, എന്താണ് ഞാൻ പറഞ്ഞു ബിഗിനേഴ്സ് ആണല്ലേ എല്ലാവരും എല്ലാം കുറച്ച് ആണ്. സോ നമ്മുടെ തുടങ്ങിപ്പോയിട്ടുണ്ടല്ലേ. അപ്പോ ഫസ്റ്റ് എന്താണ് ഇംഗ്ലീഷില് നമുക്ക് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും നൗൺ പ്രോനൗൺ എന്നൊക്കെ കേട്ടിട്ടുണ്ടാവും. ഇവർക്ക് അറിയാവുന്ന കാര്യങ്ങളാണല്ലേ. നമ്മൾ പണ്ടൊക്കെ ഗ്രാമർ ക്ലാസ്സിൽ പോയിരുന്നപ്പോ അതിനൊക്കെ മലയാളമായിരുന്നു. നാമം സർവനാമം ഇതൊക്കെ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, അറിയാം. അപ്പോ സ്റ്റാർട്ട് ചെയ്യുന്നത് നൗണിൽ വെച്ചിട്ടാണ് കേട്ടോ. നൗൺ ആൻഡ് പ്രോനൗൺ. എന്താണ് നൗൺ? നൗൺ എന്താണ്? ഒരു പേരാണ് അല്ലേ. മലയാളത്തിൽ പറയുകയാണെങ്കിൽ ഒരു പേരാണ്, നെയിമാണ് നൗൺ എന്ന് പറയുന്നത്. ഓക്കെ, നമ്മുടെ ചുറ്റുപാടുമുള്ള ഏതൊരു വസ്തുവിനാണെങ്കിലും എന്തിനാണെങ്കിലും ആയിക്കോട്ടെ, ജീവനുള്ളതും ജീവനില്ലാത്തതുമായ എന്തൊരു വസ്തുവിനാണെങ്കിലും ഒരു പെർട്ടിക്കുലർ നെയിം ഉണ്ട്. അല്ല, എല്ലാത്തിനും പേരുണ്ട്. നമ്മൾ തന്നെ ഇട്ടിട്ടുള്ള കുറെ പേരുകളുണ്ട് അല്ലെ. സോ ഇതിനൊക്കെ നമ്മൾ എന്താണ് നൗൺ എന്നാ പറയുന്നത്. ഓക്കെ, നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ഫോൺ എന്ന് പറയുന്ന ഒരു പേരാണല്ലേ. അതിന്റെ പേരാണ്. സോ അതൊരു നൗൺ ആണ്. ഫോൺ എന്ന് പറയുന്ന ആ വേർഡ് നൗൺ. ഓക്കെ, ഫോൺ എന്ന് പറയുന്നതിന് പല ടൈപ്സ് ഓഫ് കമ്പനീസ് ഉണ്ട് അല്ലെ. അതെന്തൊക്കെയാണ്? ഇപ്പോ സാംസങ്, OnePlus, ഐഫോൺ. അതും എന്താണ്? അതും ഒരു നെയിം തന്നെയാണ്. അപ്പോ അതും എന്താണ്? ഒരു നൗൺ ആണ്. ഓക്കെ, ക്ലിയർ? ക്ലിയർ ആണ്. എന്താണ് റെസ്പോൺസ് ചെയ്യാതെ? ശ്രദ്ധിച്ചിരിക്കുന്നോണ്ടാണോ? എന്താണ്? ആക്റ്റീവ് ആണോ എല്ലാവരും? ഓക്കെ അല്ലേ? Okay, ma'am. Okay, ma'am. ഓക്കെ ആണ്. അപ്പോ അതാണ് നൗൺ. ഞാൻ പ്രത്യേകിച്ച് നോട്ട്സോ കാര്യങ്ങളൊക്കെ വേണോ? എന്താണ് നൗൺ എന്നുള്ള നോട്ട്സ് വേണോ? നോട്ട്ബുക്കിൽ എഴുതിയെടുക്കണോ? പറയൂ. വേണ്ട, നൗൺ അറിയാം. മനസ്സിലായി. ഓക്കെ, നെക്സ്റ്റ് ഏതാണ്? പ്രോനൗൺ ആണ്. പ്രോനൗൺ എന്താണ്? സർവനാമം. നമുക്ക് മലയാളം വേണ്ട കേട്ടോ. ഒരിക്കലും മലയാളത്തിൽ നിന്ന് പഠിക്കാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. പ്രോനൗൺ എന്ന് പഠിക്കാം. നൗൺ ആൻഡ് പ്രോനൗൺ. പ്രോനൗൺ എന്താണ്? നൗണിന് പകരമായിട്ട് നമ്മളൊരു വേർഡ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് എന്താണ്? പ്രോനൗൺ ആണെന്ന് പറയാം. ഓക്കെ, ഇപ്പോ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നിങ്ങളൊരു ഫ്രണ്ട് ആവട്ടെ കേട്ടോ. നമുക്ക് ഫീമെയിൽ എടുക്കാം. അവളൊരു പെൺകുട്ടിയാണ്. അപ്പോ നമ്മൾ അവളെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അത് നമ്മൾ പേര് മെൻഷൻ ചെയ്യും അല്ലെ. മീര ഇസ് എ ബ്യൂട്ടിഫുൾ ഗേൾ അല്ലെ. മീര ഒരു സുന്ദരിയായ പെൺകുട്ടിയാണ്. മീരയ്ക്ക് ഒരുപാട് മുടിയുണ്ട്. മീര നന്നായിട്ട് പഠിക്കും. മീര സ്മാർട്ടാണ് എന്നാണ് നമ്മൾ പറയാ. അല്ലെങ്കിൽ മീര നല്ല ഒരു പെൺകുട്ടിയാണ്, അവള് സ്മാർട്ടാണ്, അവള് നന്നായിട്ട് പഠിക്കും എന്നാണ് പറയാ. നമ്മൾ എന്തായിരിക്കും പറയാ? എല്ലാ സെന്റൻസിലും ആ പേര് മെൻഷൻ ചെയ്യോ നമ്മള്? കണ്ടിന്യൂസ്ലി മീര 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 എന്ന് പറയോ? ഇല്ല. സോ നൗണിന് പകരമായിട്ട് മീര എന്ന് പറയുന്നത് നൗൺ ആണല്ലോ. അപ്പോ ആ നൗണിന് പകരമായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന വേർഡിനെയാണ് നമ്മൾ പ്രോനൗൺ എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ? സോ മീര ഫീമെയിൽ ആയതുകൊണ്ട് നമ്മൾ എന്ത് പറയും? ഷീ യൂസ് ചെയ്യാം. ഷീ. അവനാണെങ്കിൽ അത് ഹീ ആണ്. ഒരു വസ്തു ആണെങ്കിലോ ഇറ്റ് യൂസ് ചെയ്യാം. ഓക്കെ, ക്ലിയർ?
അപ്പൊ പ്രൊണൗൺസ് ഏതൊക്കെയാണ്? ഹി, ഷീ, ഐ, ഞാൻ പറയാം ഐ, എന്തൊക്കെയാണ്? ദേ, ഇറ്റ്, ഇതൊക്കെയാണ് പ്രൊണൗൺ എന്ന് പറയുന്നത്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണോ? ക്ലിയർ ആണ്. യെസ്. അപ്പൊ നൗൺ പ്രോണൗൺ എന്താണെന്ന് അറിയാം. ഇനി ആരെങ്കിലും ഇപ്പോ മക്കളോ ആരെങ്കിലൊക്കെ ചോദിക്കുകയാണെങ്കിൽ നമുക്ക് വ്യക്തമായിട്ട് പറഞ്ഞു കൊടുക്കാം. പിന്നെ ഇതാണ് പ്രോണൗൺ, ഇനിയാണ് പ്രോണൗൺ യൂസ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോ നൗൺ പ്രോണൗൺ ക്ലിയർ ആണ്. ഇനി നമുക്ക് അറിയേണ്ടത് just wait second, ഞാൻ നോട്ട് നോക്കട്ടെ. അപ്പൊ നൗണും പ്രോണൗണും നിങ്ങൾക്ക് മനസ്സിലായി അല്ലെ? സോ ആരെങ്കിലും മനസ്സിലായവരൊന്ന് എക്സ്പ്ലെയിൻ ചെയ്തേ, നിങ്ങൾക്ക് എന്താണോ മനസ്സിലായത്. ഓക്കെ, ഒന്ന് പറയാവോ ആരെങ്കിലും ഒരാള്? ആരെങ്കിലും ഒന്ന് പറയൂ. ആരാ പറയാം? കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ വന്ന് പറഞ്ഞതൊക്കെ മറന്നു എല്ലാവരും. ആ മാം യെസ് പറയൂ. നൗൺ നാമം. പ്രോണൗൺ നൗണിന് പകരം ആയി ഉപയോഗിക്കുന്നതാണ് പ്രോണൗൺ. ഓക്കെ, ഒരു എക്സാമ്പിൾ പറഞ്ഞേ. ഷീ, പ്രോണൗണിന് എക്സാമ്പിൾ ഷീ, ഇറ്റ്, ദേ, മീ. എന്തോ കേട്ടില്ലല്ലോ. പ്രോണൗണിന് എക്സാമ്പിൾ ഷീ, ഇറ്റ്, ദേ, മീ. ഓക്കെ, അപ്പൊ നൗണ് പ്രോണൗണ് ക്ലിയർ ആയി. Yeah. Okay. Then നെക്സ്റ്റ് എന്താണ്? വെർബാണ് അല്ലെ? നമ്മള് ഒരു ഇംഗ്ലീഷ് ഒരു സെന്റൻസ് എടുക്കുകയാണെങ്കിൽ അല്ലെ, ഇപ്പോ ഷീസ് ഡാൻസിങ് ഓൺ സ്റ്റേജ് ഒരു സെന്റൻസ് ആണ്. ആ സെന്റൻസിൽ എന്തൊക്കെ വരുന്നുണ്ട്? നൗൺ വരാം, പ്രോണൗൺ വരാം അല്ലെ. ദെൻ എന്താ? വെർബ് അല്ലെ, പ്രവൃത്തി, ഒരു ക്രിയ ഉണ്ടാവും അല്ലെ. നമ്മൾ എന്ത് സെന്റൻസ് പറയുമ്പോഴും ഒരു ക്രിയ എന്തായാലും ഉണ്ടാകും. സോ അതിനെയാണ് നമ്മൾ വെർബ് എന്ന് പറയാം. ഈ വെർബിൽ തന്നെ ആക്ഷൻ വെർബ് എന്ന് പറയും, സ്റ്റേറ്റ് ഓഫ് ബീയിങ് വെർബ്, സ്റ്റേറ്റ് വെർബും ആക്ഷൻ വെർബും എന്ന് പറയാം. അതായത് ആക്ഷൻ വെർബ് എന്ന് പറയുമ്പോൾ നമ്മൾ ഫിസിക്കലി ചെയ്യുന്ന എല്ലാ ആക്ഷൻസും എന്താണ്? ആക്ഷൻ വെർബാണ്. ഓക്കെ, ഫിസിക്കലി ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും, അതിപ്പോ ഡ്രോയിങ് ആയിക്കോട്ടെ, റീഡിങ് ആയിക്കോട്ടെ, റൈറ്റിംഗ് ആയിക്കോട്ടെ, നമ്മൾ ഫിസിക്കലി നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളെയും നമ്മൾ ആക്ഷൻ വെർബ് എന്നാണ് പറയാം. ഓക്കെ, നെക്സ്റ്റ് ഏതാണ്? സ്റ്റേറ്റ് വെർബ് ആണ്. സ്റ്റേറ്റ് വെർബ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഫീലിങ്സ് മീൻസ് ഇപ്പോ ഐ എം ഹാപ്പി, അതൊരു സ്റ്റേറ്റ് വെർബ് ആണ്. അവിടെ ആക്ഷനോ കാര്യങ്ങളോ ഒന്നുമില്ല, മനസ്സിലായോ? ജസ്റ്റ് ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് നമുക്ക് പറയാം. അതിനാണ് സ്റ്റേറ്റ് വെർബ് എന്ന് പറയാം. ഇപ്പോ നമുക്ക് വിശക്കുന്നുണ്ട്, ഐ ആം ഹംഗ്രി. Then she's a teacher. ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. അവിടെ ആക്ഷൻസോ എന്തോ ക്ലാസ് ഇപ്പൊ തുടങ്ങിയിട്ടല്ലോ, ക്ലാസ് കുറച്ചു നേരമായല്ലോ തുടങ്ങിയിട്ട്. അപ്പൊ കയറിയുള്ളോ? അതെ, നെറ്റില്ല. ആണോ? ഞാൻ പറയാം കേട്ടോ, പറഞ്ഞുതരാം. ഓക്കെ, ശ്രദ്ധിച്ചിരുന്നത്. ഓക്കെ, അപ്പോ പറഞ്ഞു വന്നത് വെറുപ്പാണ് കേട്ടോ. വെർബില് ആക്ഷൻ വെർബ് ഞാൻ പറഞ്ഞു, നമ്മൾ ഫിസിക്കലി ചെയ്യുന്ന എല്ലാ പ്രവൃത്തികളും ആക്ഷൻ വെർബിൽ പെടുന്നതാണ്. ഇനിയിപ്പോ സ്റ്റേറ്റ്മെന്റ്, നമുക്ക് സ്റ്റേറ്റ്മെന്റ് നമ്മൾ പറയാറുണ്ട് അല്ലെ. അപ്പോ ഐ ആം ഹംഗ്രി, ഐ ആം എ സ്റ്റുഡന്റ്, ഐ ആം ടീച്ചർ, ഷീ ഈസ് എ ഡാൻസർ, ഐ ആം ടൈർഡ്, ഐ ഫീൽ ഹാപ്പി. ഓക്കെ, ഇതെല്ലാരും ഇവിടെ ഒന്നും ആക്ഷൻസ് ഇല്ല.
അല്ലെ, ജസ്റ്റ് ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. അത് എന്താണ്, സ്റ്റേറ്റ് വേർബ് കാറ്റഗറിയിലാണ് പെടാം. ഓക്കെ, ക്ലിയർ ആണല്ലോ? അപ്പൊ ഇന്ന് ഞാൻ പറഞ്ഞത് ജസ്റ്റ് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് കേട്ടോ. ഓക്കെ, ഫസ്റ്റ് വൺ നൗൺ. നൗൺ എന്ന് പറയുന്നത് എന്താണ്? ഒരു പേരാണ്, നെയിം ആണ്. നൗൺ ഇസ് എ നെയിം. ഓക്കെ, അത് എന്തിന്റെയും ആവാം, ഏതൊരു വസ്തു ആണെങ്കിലും, ഇത് ഹ്യൂമൻ ബീയിങ്സ് ആയിക്കോട്ടെ, അനിമൽസ് ആയിക്കോട്ടെ, തിങ്സ് ആയിക്കോട്ടെ, എല്ലാത്തിനും ഒരു പർട്ടിക്കുലർ നെയിം ഉണ്ട്. സോ നൗൺ ഇസ് എ നെയിം. ഓക്കെ, ദെൻ പ്രോനൗൺ. പ്രോനൗൺ എന്താണ്? നൗണിന് പകരമായിട്ട് യൂസ് ചെയ്യുന്ന വേർഡിനെയാണ് നമ്മൾ പ്രോനൗൺ എന്ന് പറയാം. Pronoun is used as a substitute of noun to avoid the repetition of the noun. Nounന്റെ repetition ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു വേർഡാണ് pronoun എന്ന് പറയുന്നത്. ഓക്കെ, നമ്മളിപ്പോ ഒരു പേര് പറയുകയാണെങ്കിൽ Sam is a boy, Sam studies well എന്ന് പറയില്ല. നമ്മൾ എപ്പോഴും പേര് തന്നെ കണ്ടിന്യൂസ്ലി പറയില്ല. നമ്മൾ മലയാളത്തിലാണെങ്കിൽ അങ്ങനെ തന്നെ ചെയ്യാം. പേര് തന്നെ ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കോ? ഇല്ല. നമ്മളതിന് പകരം അവൾ, അവൻ, അത്, ഇത് എന്നൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. അതിനെയാണ് നമ്മൾ പ്രോനൗൺ എന്ന് പറയുന്നത്. ഓക്കെ, അതില് ഫീമെയിൽ ആണെങ്കിൽ നമ്മൾ ഷീ യൂസ് ചെയ്യുന്നു, മെയിൽ ആണെങ്കിൽ ഹി പറയുന്നു. എന്തെങ്കിലും തിങ്സ് ആണെങ്കിലോ ഇറ്റ് ആണ് നമ്മൾ യൂസ് ചെയ്യുക, അല്ലെ? ഇറ്റ് ആണ് യൂസ് ചെയ്യുക. തിങ്സും അനിമൽസിനും നമ്മൾ ഇറ്റ് യൂസ് ചെയ്യാറുണ്ട്. ഓക്കെ, അപ്പൊ എന്താണ്, there is a lot of dogs are there. There is lots of dogs എന്ന് പറയാം. It's very dangerous. നമ്മൾ അതിന് യൂസ് ചെയ്യുന്ന ഇറ്റ് എന്ന് പറയുന്ന ഒരു പ്രോണൗൺ വെച്ചിട്ടാണ്. അനിമൽസ് ആണെങ്കിൽ നമ്മൾ ഇറ്റ് യൂസ് ചെയ്യാറുണ്ട്. ഓക്കെ, അതായത് ഇപ്പോ ജെൻഡർ കറക്റ്റ് ആയിട്ട് ജനറൈസ് ചെയ്യുമ്പോൾ നമ്മൾ ഫീമെയിൽ ആണോ മെയിൽ ആണോ നോക്കിയിട്ട് ഹി ഓർ ഷീ ചെയ്യാം. പക്ഷെ അനിമൽസിന്റെ കാര്യത്തിൽ നമ്മൾ അങ്ങനെ ചെയ്യാറില്ല. കോമൺലി നമ്മൾ ഇറ്റ് ആണ് യൂസ് ചെയ്യുക, ഇറ്റ് പ്രോണൗൺ ആണ് യൂസ് ചെയ്യുക. അതിപ്പോ ജീവനുള്ളതാവാം, ജീവനില്ലാത്ത വസ്തുക്കളാവാം, നമ്മൾ ഇറ്റ് ആണ് യൂസ് ചെയ്യുക. ഓക്കെ, ഇത് ഒരുപാട് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ അറിയാണ്ടാണെങ്കിലും നമ്മൾ ഇത് യൂസ് ചെയ്യുന്നതാണ് കേട്ടോ. പ്രോണൗൺ ആണ് എന്ന് അറിയാതെയാണ് ഇത്ര നാളെ നമ്മൾ യൂസ് ചെയ്യാറ്. അറിഞ്ഞ് യൂസ് ചെയ്തവരുണ്ട്, പക്ഷേ നമ്മൾ നോർമലി ഇതൊക്കെ എപ്പോഴും പറയുന്ന കാര്യങ്ങളാണ്. ഓക്കെ, അപ്പൊ അതാണ് നൗൺ ആൻഡ് പ്രോണൗൺ എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് വെർബാണ്. വെർബ് ഞാൻ പറഞ്ഞു, നമ്മൾ ചെയ്യുന്ന എല്ലാ പ്രവൃത്തിയും വെർബാണ്. എല്ലാ ചെയ്യുന്ന പ്രവൃത്തിയും ചെയ്യാത്ത കാര്യങ്ങളും വെർബിൽ പെടും. അതാണ് two categories ഉണ്ട്. ആക്ഷൻ വേർബ് ആൻഡ് സ്റ്റേറ്റ് വേർബ്. സ്റ്റേറ്റ് ഓഫ് ബീയിങ് എന്ന് പറയും, സ്റ്റേറ്റ് വേർബ് എന്നും പറയാം കേട്ടോ. ആക്ഷൻ വേർബ് നിങ്ങൾക്ക് അറിയാം, നമ്മൾ ആക്ഷനിലൂടെ ചെയ്യുന്ന എല്ലാ വെർബുകളും ആക്ഷൻ വേർബ് ആണ്. ബേസിക്കലി ചെയ്യുന്ന എല്ലാ ആക്ഷൻസും ആക്ഷൻ വേർബിൽ പെടുന്നതാണ്. സ്റ്റേറ്റ് വേർബ് എന്താണ്? അതൊരു സ്റ്റേറ്റ്മെന്റ് ആണ്. സ്റ്റേറ്റ്മെന്റ്. ഓക്കെ, Ram is a boy, he is hungry, I feel happy, he is a teacher, you are students, they are children. മനസ്സിലായോ? അപ്പൊ ഇതെല്ലാം ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. ഓക്കെ, സോ നൗൺ, പ്രോനൗൺ ആൻഡ് വെർബ്, ഇത് മൂന്ന് ക്ലിയർ ആണോ? Do you have any doubts about that? Any doubts? ക്ലിയർ ആണ് മാഡം. ക്ലിയർ ആണ്. ഓക്കെ, ക്ലാസ് ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഓക്കെ ആണോ? നോട്ട്സ് എഴുതണോ? നോട്ട്സ് ചെയ്തോ? ചോദിച്ചല്ലോ, നോട്ട്സ് ചെയ്തെടുക്കുന്നുണ്ടോ? ഞാൻ ഈ നോട്ട് ഞാൻ അപ്ലോഡ് ചെയ്യാം. അത് മതിയോ, അല്ലെങ്കിൽ നോട്ട് പറഞ്ഞു തരണോ? എഴുതിയെടുക്കോ? അത് മതി. ചെയ്യണ്ടേ? അത് മതി. ഓക്കെ, അപ്പൊ ഞാൻ ഈ നോട്ട് ക്ലാസ്സിൽ അപ്ലോഡ് ചെയ്യാം കേട്ടോ. യെസ്. ദെൻ ഓക്സിലറി വേർബ് ആണ് കേട്ടോ. ജസ്റ്റ് ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാണ്. ഓക്സിലറി വേർബ് എന്ന് പറയുന്നത് പ്രൈമറി വേർബ് ആൻഡ് മൊഡൽ വേർബ് ഉണ്ട്. ഇതൊക്കെ നമ്മൾ ടെൻസ് പഠിക്കുന്ന ടൈമിൽ ഞാൻ ഇതെല്ലാം പറഞ്ഞു തരുന്നുണ്ട് കേട്ടോ. ഇപ്പൊ ഇതൊന്നും പറയുന്നില്ല, എന്താണെന്ന് മാത്രം മനസ്സിലാക്കാൻ നിങ്ങൾക്ക് പരിചയമുള്ള സാധനങ്ങൾ തന്നെയാണല്ലേ. was, where, did us, do, did us, have, has, had, ഇതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതാണ്. സോ ഇതിനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ഞാൻ ടെൻസ് എടുക്കുന്ന ആ ടൈമിൽ കറക്റ്റ് ആയിട്ട് ഞാൻ പറഞ്ഞു. ഓക്കെ, ക്ലിയർ ആണല്ലോ? നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്താലോ? ഓക്കെ, ക്ലാസ് ക്ലിയർ ആണ്? നിങ്ങൾക്ക് എന്താണ് നൗൺ, എന്താണ് പ്രോനൗൺ, എന്താണ് വെർബ് എന്താണ് എന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. നിങ്ങൾക്ക് ഓൾറെഡി അറിയാവുന്ന കാര്യങ്ങളാവാട്ടോ. എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ് ഞാനിപ്പോ പറഞ്ഞത്. ഓക്കെ, എന്നാലും കുഴപ്പമില്ല, ഒരു ബിഗിനേഴ്സ് എന്ന രീതിയിൽ പഠിക്കാം. ഓക്കെ, ഞാൻ അത്രയും ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിൽ ഞാൻ അത്രയും ക്വാളിഫൈഡ് ആണ്, ഇതെല്ലാം അറിയാം, സിമ്പിൾ ആണ്. ഓക്കെ, ഇറ്റ്സ് ഓക്കെ, അറിയാം. പക്ഷേ എന്നാലും നമ്മളിവിടെ പഠിച്ചുകൊണ്ടിരിക്കുക, അല്ലെ? കണ്ടിന്യൂ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്.
അതുകൊണ്ട് ഇത് ഒന്ന് നിങ്ങളൊന്ന് പറയൂ, നിങ്ങൾക്ക് എന്താണോ മനസ്സിലായത് നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും പറയാം, എക്സ്പ്ലെയിൻ ചെയ്ത് പറയാം, എക്സാമ്പിൾസ് ചെയ്ത് എക്സ്പ്ലെയിൻ ചെയ്തൊക്കെ പറയാം. ഓക്കെ, റെഡി ആണോ? നമുക്ക് പറഞ്ഞു നോക്കിയാലോ ഓരോരുത്തരായിട്ട്. ഓക്കെ, ആരാ ഫസ്റ്റ്? ആരാ പറയാം? യെസ് മാം ഞാൻ പറയാം എന്ന് പറഞ്ഞു തരുന്ന ആരാ? ആരുമില്ല. ഫസ്റ്റ് ക്ലാസ്സിൽ എന്തൊക്കെയായിരുന്നു? ഓക്കെ ഞങ്ങൾ സംസാരിക്കും, അൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കാം എന്നൊക്കെ പറഞ്ഞ ആൾക്കാര് എന്റെ ഒന്നും മിണ്ടാത്തേ? ആരുമില്ല? പറയാൻ മടിയായിട്ടാണോ? എനിക്ക് അറിയാം അതാണോ? മാം അറിയാമെങ്കിലും യാ ഓക്കെ നീതു പറയും. ഫസ്റ്റ് മിസ് പഠിപ്പിച്ച നൗൺ ആണ്. നൗൺ എന്ന് പറഞ്ഞാൽ നാമം. ഒരു പ്ലേസോ അല്ലെങ്കിൽ ഒരു വ്യക്തിയോ അങ്ങനെ സൂചിപ്പിക്കുന്നതിനാണ് നാമം എന്ന് പറയുന്നത്. നാമത്തിന് പകരമായിട്ട് ഇറ്റ്, ദേ, ഹി, അങ്ങനെ. പിന്നെ വെർബ് എന്ന് പറഞ്ഞാല് വെർബിനെ രണ്ടായിട്ട് ആക്ഷൻ ആക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഫിസിക്കലി ചെയ്യുന്നതാണ്. അതായത് പ്ലേ, വാക്ക്, റൺ എക്സെട്ര അങ്ങനെ. പിന്നെ സ്റ്റേറ്റ്മെന്റ് വേർബ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു സ്റ്റേറ്റ്മെന്റ് ആയിട്ട് പറയുന്നതിനെയാണ് സ്റ്റേറ്റ്മെന്റ് വേർബ് എന്ന് പറയുന്നത്. ഷീസ് എ ഡാൻസർ ഫോർ എക്സാമ്പിൾ. ഓക്കെ, ഇപ്പോ ഓക്കെ, ഇപ്പോ ഞാൻ പറയുന്ന രീതിയിൽ തന്നെ പണം ഒരു നിർബന്ധവും ഇല്ലാട്ടോ. നിങ്ങൾക്ക് എങ്ങനെയാണോ മനസ്സിലായത്, ചിലപ്പോ എന്നേക്കാൾ നന്നായിട്ട് നിങ്ങൾ ചിലപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്യാം. മനസ്സിലായോ? അപ്പൊ ആ രീതിയിൽ നിങ്ങളുടെ കയ്യിൽ നിന്ന് എടുത്ത കുറച്ച് എക്സാമ്പിൾസോ അല്ലെങ്കിൽ നിങ്ങളെ കുറച്ചുകൂടെ അതിനെ എക്സ്പ്ലെയിൻ ചെയ്ത് നിങ്ങളുടേതായ ക്രിയേറ്റീവില് എക്സ്പ്ലെയിൻ ചെയ്ത് നിങ്ങൾക്ക് പറയാവുന്നതാണ് കേട്ടോ. ഞാൻ പറഞ്ഞ പോലെ തന്നെ പറയണമെന്ന് ഒരു നിർബന്ധവും ഇല്ല, നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും പറയാം. ഓക്കെ, അതും പറയുമ്പോൾ ടെൻഷൻ അടിക്കണം, കൂളായിട്ട് പറയും. എല്ലാവരും ക്ലാസ്സിൽ പഠിക്കാൻ വന്നിരിക്കുന്നവരാ. ഓക്കെ, പറയാവുന്നവരുണ്ടാകും, അറിയാത്തവരുണ്ടാകും, പക്ഷെ അതൊന്നും നമുക്ക് പൊതറേണ്ട ആവശ്യമില്ല. ഞാനിപ്പോ ഇത് പറയിപ്പിക്കുന്നത് നിങ്ങൾക്ക് കുറച്ചത് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റില്ല, നിങ്ങളെ കൊണ്ട് പറയിപ്പിക്കുന്നത്. കേട്ടിരിക്കാൻ സിമ്പിൾ ആണ്, ഏതൊരു ക്ലാസ് അങ്ങനെയൊക്കെ തന്നെയല്ലേ, കേട്ടിരിക്കാൻ സിമ്പിളാ. പക്ഷെ നമ്മളെ കൊണ്ട് അത് പറയാൻ പറ്റണം. അങ്ങനെ പൊതുവെ പറ്റാറില്ല. കേട്ടിരിക്കുമ്പോ ഓക്കെ എനിക്കറിയാം എന്ന് വെച്ച് നമ്മള് മനസ്സിലായി ഇത് ഓക്കെ ആണ്, ക്ലിയർ ആണ്. പക്ഷെ അതൊന്ന് പ്രസന്റ് ചെയ്യാൻ പറയുമ്പോ പറ്റില്ല. കാരണം എന്താണ്? കേട്ടിരുന്നപ്പോ മനസ്സിലായി എന്ന് വിചാരിച്ച കാര്യം പ്രസന്റ് ചെയ്യാൻ പറയുമ്പോഴാണ് ഓക്കെ എനിക്ക് കുറച്ചുകൂടി ഡൗട്ട് ഉണ്ട് എന്ന് അപ്പോഴാണ് മനസ്സിലാക്കുക. ഓക്കെ, അതുകൊണ്ടാണ് ഞാൻ നിങ്ങളെ കൊണ്ട് പറയിപ്പിക്കുന്നത്. കാരണം ഇനി ഗ്രാമർ പഠിക്കാൻ വേണ്ടി ഓരോ കോഴ്സിലേക്ക് ജോയിൻ ചെയ്യരുത്. അത്രയും ക്ലിയർ ആയിട്ട് വേണം നമുക്ക് ഈ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാൻ. ഓക്കെ, അതിനു വേണ്ടിയാണ് കേട്ടോ ഞാൻ പ്രസന്റ് ചെയ്യിക്കുന്നത്. സോ മാക്സിമം ഞാൻ പറഞ്ഞ പോലെ എല്ലാം കിട്ടുന്ന ഓപ്പർച്യൂണിറ്റീസ് എല്ലാം മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ നോക്കാം. ഓക്കെ, then who is next? മാം ഞാൻ പറയാം. ഓക്കെ, പറയൂ. ആദ്യം നമ്മൾ പഠിച്ചത് നൗണാണ്. നൗൺ എന്ന് പറയുന്നത് ഒരു നെയിം അല്ലെങ്കിൽ ഒരു അനിമല് അല്ലെങ്കിൽ ഒരു പേഴ്സണ്, അങ്ങനെ ഒരു കൺസെപ്റ്റാണ് പറയുന്നത്. ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പൊ ഗേള്, സാം, അല്ലെങ്കിൽ ഒരു അനിമല് ക്യാറ്റ്, അങ്ങനെ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ. പിന്നെ നെയിമിന് പകരം ഉപയോഗിക്കുന്നതാണ് പ്രോനൗൺ എന്ന് പറയുന്നത്. അപ്പൊ പ്രോനൗൺ നമ്മളിപ്പോ പേര് എല്ലാത്തിലും പേര് വിളിക്കുന്നതിന് പകരം നമ്മള് മറ്റ് ഇതുകൊണ്ട് നൗൺസ് ഉപയോഗിച്ച് അവരെ സൂചിപ്പിക്കുന്നതാണ് പ്രോനൗൺ എന്ന് പറയുന്നത്. ഉദാഹരണം ഐ, ഷീ, ഹി, യു, വി, ദേ, ഇറ്റ്, അങ്ങനെ. അപ്പോ പിന്നെ നമ്മൾ പഠിച്ചത് വെർബാണ്. വെർബ് ആക്ഷൻ വെർബും ഉണ്ട്, സ്റ്റേറ്റ് വെർബും ഉണ്ട്. ആക്ഷൻ എന്ന് പറയുന്നത് നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി, അതിനെയാണ് ആക്ഷൻ എന്ന് പറയുന്നത്. പിന്നെ സ്റ്റേറ്റ് വെർബ് എന്ന് പറയുന്നത് ഇപ്പൊ നമ്മൾ എന്തെങ്കിലും നമ്മള് ആക്ഷനെ നമ്മള് അല്ല ഇപ്പൊ ഈ പറഞ്ഞ മാതിരി തന്നെ വെർബിനെ നമ്മള് ഈ പറഞ്ഞ ഓക്സിലറി വെർബ് കൂട്ടിച്ചേർത്ത് ഹെൽപ്പോട് പറയുന്നതാണ് സ്റ്റേറ്റ് വെർബ്.
ഓക്കെ, ഓക്സിലറി വെർബ് പറയാം കേട്ടോ. ഞാൻ ജസ്റ്റ് അറിയാൻ വേണ്ടി എഴുതിയതാണ്. ഓക്കെ, ക്ലിയർ. നെക്സ്റ്റ് ആരാ പറയാ? Who is next? ആരും പറയുന്നില്ല? നൗൺ എന്ന് പറയുമ്പോ നമ്മൾ നെയിമിനെയാണ് പറയണത്. നെയിമോ അത് സ്ഥല പ്ലേസോ അല്ലെങ്കിൽ എന്തെങ്കിലും തിങ്സ് ഒക്കെ പറയുമ്പോ നെയിം എന്ന് വെച്ചിട്ട് പറയുന്നത്. പിന്നെ പ്രോനൗൺ എന്ന് പറയുമ്പോ പ്രോനൗണ് ഈ റിപ്പീറ്റേഷൻ വരുമ്പോ കൊടുക്കണതാണ്. ഐ, ഷീ അങ്ങനൊക്കെ ചില ഒരു പേര് വന്നിട്ട് പിന്നെ വീണ്ടും പകരം കൊടുക്കുന്നതാണ് ഷീ അങ്ങനെയൊക്കെ കൊടുക്കുന്നത്. പിന്നെ വെർബ് ആക്ഷൻ വരുമ്പോ നമ്മളെ ആക്ഷൻ എന്താണ് അപ്പൊ നടക്കുന്ന ആ ആക്ഷൻസിനെയാണ് പറയുന്നത്. പിന്നെ അത് സ്റ്റേറ്റ്മെന്റ് ആക്കിയിട്ട് പറയുമ്പോ അങ്ങനെ തന്നെയല്ലേ മിസ്സേ? ഓക്കെ, അപ്പൊ അത് സ്റ്റേറ്റ്മെന്റ് ആക്കിയിട്ട് പറഞ്ഞതാണ് സ്റ്റേറ്റ്മെന്റ് പറഞ്ഞത്. അവര് റാം ഈസ് ബോയ് അല്ലെങ്കിൽ ഈ സിംഗിങ്, ഈസ് ഡാൻസിങ് അങ്ങനെ പറയുന്നത്. ഓക്കെ, പേരെന്തായിരുന്നു? ആണോ ഇപ്പൊ സംസാരിച്ച ആളുടെ പേര്? റാഷിദ. എന്തോ? റാഷിദ. ഓക്കെ. ഇനി ആരെങ്കിലും പറയുന്നുണ്ടോ? സോ പറയുന്നുണ്ടോ? ഹനീഷ് നൗൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് വ്യക്തികളുടെ പേര്, പിന്നെ സ്ഥലം, മീൻസ് പറഞ്ഞു കഴിഞ്ഞാൽ സച്ചിൻ ഈസ് എ ഗുഡ് ക്രിക്കറ്റർ എക്സാമ്പിൾ പറഞ്ഞു. നൗണില് പ്രൊനൗൺ വരുമ്പോൾ നമ്മൾ വീണ്ടും റിപ്പീറ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടി ഹീസ് ഡ്രൈവിംഗ് എ ന്യൂ വെഹിക്കിൾ, ഈവൻ പ്രൊനൗണിൽ പറയാം. നമുക്ക് വീണ്ടും പേര് യൂസ് ചെയ്യാതിരിക്കാൻ വേണ്ടിയാണ് പ്രൊനൗൺ യൂസ് ചെയ്യുന്നത്. വെർബ് എന്ന് ഉദ്ദേശിക്കുമ്പോൾ നമ്മളുടെ ആക്ഷൻ, എനിക്ക് ഒരു ഡൗട്ട് ഉണ്ട്. നമുക്ക് ആക്ടിവിറ്റീസും അതിനകത്ത് പറ്റുമോ? ആക്ഷൻ ഓർ ആക്ടിവിറ്റീസ് വെർബില് ഒരു ഡൗട്ട്. ആക്ഷൻ മാത്രമാണല്ലോ ടീച്ചർ പറഞ്ഞ ആക്ഷൻ ആണ് വെർബിനകത്ത് വരുന്നത്. അപ്പൊ അതിന്റെ ആക്ടിവിറ്റീസും അതിനകത്ത് വരുന്നതല്ലേ നമ്മള് ഒരു വെർബിന്റെ വരുമ്പോൾ? ടീച്ചറിന്റെ ക്വസ്റ്റ്യൻ മനസ്സിലായല്ലോ? അപ്പോൾ ആക്ഷൻ മാത്രമുള്ള ആക്ടിവിറ്റീസും ഉണ്ടോന്ന് ചോദിച്ചു. എന്തോ കേട്ടില്ല. വെർബിനകത്ത് ആക്ഷൻ മാത്രമേ ഉള്ളൂ, ആക്ടിവിറ്റീസും ഉണ്ടോ? ആക്ടിവിറ്റി വന്നു കഴിഞ്ഞാൽ അതിനകത്ത് അത് ഒരു വെർബായിട്ട് കണക്കാക്കാൻ പറ്റുമോ? ആക്ടിവിറ്റീസിന് വെർബായിട്ട് കണക്കാക്കാൻ പറ്റുമെന്നുള്ള ചോദിച്ചേ ആണോ? അതെ. ആക്ടിവിറ്റീസ് നമ്മൾ ഫിസിക്കലി ചെയ്യുന്ന എല്ലാ ആക്ടിവിറ്റീസിനെയും നമുക്ക് ആക്ഷൻ വേർബായിട്ട് കാണാൻ പറ്റും. യെസ്, ഓക്കെ, അതാണ്. അപ്പം ആക്ഷൻ ആണ്. പിന്നെ സ്റ്റേറ്റ് ഓഫ് ബീയിങ്, അത് എനിക്ക് സ്റ്റേറ്റ് ഓഫ് ബീയിങ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് എനിക്കൊരു മനസ്സിലായില്ല. എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളതാണ് എന്റെ ചോദ്യം. സ്റ്റേറ്റ് ഓഫ് ബീയിങ് എന്ന് വെച്ചപ്പോ നമ്മുടെ സിറ്റുവേഷൻ ആകാം, നമ്മുടെ ഫീലിംഗ്സ് ആകാം, ഏത് സിറ്റുവേഷനിൽ. ഓക്കെ, ഏത് സിറ്റുവേഷൻ അനുസരിച്ചാണ് സ്റ്റേറ്റ് ഓഫ് ബീയിങ്. ഓക്കെ, ദാറ്റ്സ് ഓക്കെ. ക്ലിയർ. Okay, so let's moving on. Another topic is adjective. Okay, adjective എന്താണ്? അത് നിങ്ങൾ നോട്ട്ബുക്കിൽ എഴുതി വെക്കൂ കേട്ടോ. adjective എന്താണ് നമ്മൾ എല്ലാം അറിഞ്ഞിരിക്കണം. ഓക്കെ, എന്തായാലും ഗ്രാമർ പഠിക്കാൻ ഇറങ്ങി തിരിച്ചു, അപ്പൊ എല്ലാം അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. ഓക്കെ, കാരണം ഇതെല്ലാം കേട്ടിട്ടുണ്ട്. അഡ്ജക്റ്റീവ് എന്ന് പറയുന്ന വേർഡ് എല്ലാം നിങ്ങൾ കേട്ടിട്ടുണ്ടാകാം, പക്ഷെ എന്താണെന്ന് ചിലപ്പോ കുറച്ചെങ്കിലും പേർക്ക് അറിയാത്തവരുണ്ടാകാം. അപ്പൊ എഴുതിക്കോളൂ കേട്ടോ, നോട്ട്ബുക്കിൽ എഴുതാം അഡ്ജക്റ്റീവ്. ഈ നോട്ട് ഞാൻ അപ്ലോഡ് ചെയ്യും കേട്ടോ. അപ്പൊ നൗൺ, പ്രോനൗൺ, വെർബ് നിങ്ങൾക്ക് കിട്ടും. പക്ഷെ ഇനിയുള്ളത് അഡ്ജക്റ്റീവ് നിങ്ങൾ നോട്ട്ബുക്കിൽ എഴുതാം. ടെക്സ്റ്റ് ചെയ്യാട്ടോ, ഞാൻ ടെക്സ്റ്റ് നോക്കി എഴുതാണ്.
adjective. What is adjective? Adjective എന്താണ്? Definition എഴുതിക്കോളൂ. An adjective is a word. An adjective is a word and text ചെയ്തിട്ടുണ്ടേ. An adjective is a word that modifies or describes a noun or pronoun. Okay? An adjective is a word that modifies or describes a noun or pronoun. നൗണിനെയോ പ്രോനൗണിനെയോ നമ്മൾ കുറച്ചുകൂടെ മോഡിഫൈ ചെയ്യാനും ഡിസ്ക്രൈബ് ചെയ്യാനും യൂസ് ചെയ്യുന്ന ഒരു വേർഡിനെയാണ് എന്ത് അഡ്ജക്റ്റീവ് എന്ന് പറയുന്നത്. ഓക്കെ, നിങ്ങൾ ഡെഫിനേഷൻ ഇംഗ്ലീഷിൽ എഴുതി വെക്കുക. അതിനുശേഷം നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ മലയാളത്തിൽ അവിടെ എഴുതി വെക്കുക കേട്ടോ. നിങ്ങളുടെ നോട്ട്ബുക്ക് ആണ്, ആ നോട്ട്ബുക്ക് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവണം. ഓക്കെ, സോ മനസ്സിലാവുന്ന രീതിയിൽ നിങ്ങൾ തന്നെ എഴുതി വെക്കുക മലയാളത്തില്. അഡ്ജക്റ്റീവ് എന്താണ്? എന്തോ ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്യാവോ? മലയാളമാണോ? മലയാളമാണോ അല്ലെങ്കിൽ ഡെഫിനിഷൻ ആണോ? ഡെഫിനിഷൻ ആണെങ്കിൽ ഞാൻ ടെക്സ്റ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഡെഫിനിഷൻ ഇംഗ്ലീഷില്. മെസ്സേജ് ഞാൻ ടൈപ്പ് ചെയ്ത് അയച്ചിട്ടുണ്ട്, നിങ്ങൾ നോക്കാവുന്ന. ഓക്കെ, മീനിങ് ഒന്ന് റിപ്പീറ്റ് ചെയ്യാം. മലയാളത്തിലൊന്ന് റിപ്പീറ്റ്. ഞാൻ പറയാം. ഓക്കെ, ഇംഗ്ലീഷിന്റെ ഡെഫിനിഷൻ ഞാൻ ടൈപ്പ് ചെയ്ത് അയച്ചിട്ടുണ്ട്. An adjective is a word that modifies or describes a noun or pronoun. Okay, നൗണിനെയോ പ്രോനൗണിനെയോ മോഡിഫൈ ചെയ്യാനും ഡിസ്ക്രൈബ് ചെയ്യാനും യൂസ് ചെയ്യുന്ന വേർഡിനെയാണ് നമ്മൾ അഡ്ജക്റ്റീവ് എന്ന് പറയുന്നത്. ഞാൻ പറയുന്ന പോലെ തന്നെ എഴുതുന്ന ഒരു നിർബന്ധവും ഇല്ല കേട്ടോ. നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ നിങ്ങൾ എഴുതാം. ചിലപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ എക്സ്പ്ലനേഷൻ ആവശ്യം ഉണ്ടാകാം. അപ്പോൾ ആ രീതിയിൽ വേണം നിങ്ങൾ നോട്ട് എഴുതാൻ. ഓക്കെ, ഞാൻ പറയുന്ന പോലെ എഴുതിയിട്ട് ചിലപ്പോൾ പിന്നീട് എടുത്ത് നോക്കി വായിക്കുമ്പോൾ മനസ്സിലായില്ലെങ്കിൽ അത് ബുദ്ധിമുട്ടാകും. അപ്പോൾ എന്താണോ ഞാൻ പറയുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുന്നത് ആ രീതിയിൽ മാത്രം നിങ്ങൾ നോട്ട്ബുക്കിൽ എഴുതി വെക്കാം. ഓക്കെ, നോട്ട്ബുക്ക് നിങ്ങൾ മാത്രമേ കാണുന്നുള്ളൂ, വേറെ ആരും കാണുന്നില്ല. അപ്പൊ നിങ്ങൾക്ക് എന്ത് വേണം എഴുതാം. ഓക്കെ, അപ്പോൾ നൗണിനെയോ പ്രോനൗണിനെയോ മോഡിഫൈ ചെയ്യാനോ ഡിസ്ക്രൈബ് ചെയ്യാനോ യൂസ് ചെയ്യുന്ന വേർഡിനെയാണ് നമ്മൾ അഡ്ജക്റ്റീവ് എന്ന് പറയുന്നത്. ക്ലിയർ ആയല്ലോ? അപ്പൊ എന്താണ് അഡ്ജക്റ്റീവ് എന്ന് ചോദിച്ചാൽ എന്തെങ്കിലും ക്ലിയർ അല്ലേ? എക്സാമ്പിൾ പറയുമ്പോൾ കുറച്ചുകൂടെ ക്ലിയർ ആണ്. ഓക്കെ, നോട്ട്സ് കംപ്ലീറ്റ് ചെയ്തോ? കഴിഞ്ഞോ? കഴിഞ്ഞു, എല്ലാവരും കഴിഞ്ഞു. ഓക്കെ, അതായത് നൗൺ എന്താണ് പ്രോനൗൺ എന്താണെന്ന് അറിയാം. ഓക്കെ, ക്ലിയർ ആണ്? നൗൺ എന്താണെന്ന് പ്രോനൗൺ എന്താണെന്ന് അറിയാവുന്നത് കൊണ്ട് ഇനി അതിനെ മോഡിഫൈ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് അറിയാൻ മാത്രം അല്ലെ? ഇപ്പോ ഞാൻ പറഞ്ഞു മീര ഇസ് എ ഗേൾ എന്നും പറയാം. അവളെ കുറച്ചുകൂടി ഡിസ്ക്രൈബ് ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് പറയാം? മീര ഇസ് എ സ്മാർട്ട് ഗേൾ എന്ന് പറയാൻ പറ്റില്ലേ? അപ്പൊ നമ്മൾ ആരെയാണ് അവിടെ മോഡിഫൈ ചെയ്തത്? മീരയാണ് അല്ലെ? മീരയെ നമ്മൾ മോഡിഫൈ ചെയ്തു. മീര എന്ന് പറയുന്നത് എന്താണ്? നൗൺ ആണ്. അപ്പൊ മീര ഈസ് എ സ്മാർട്ട് ഗേൾ എന്ന് പറയുന്ന ആ സെന്റൻസിലെ അഡ്ജക്റ്റീവ് ഏതാണ്? സ്മാർട്ട്. അഡ്ജക്റ്റീവ് ഏതാണ്? നൗണിനെ മോഡിഫൈ ചെയ്യാൻ യൂസ് ചെയ്ത വേർഡ് ആണ് അഡ്ജക്റ്റീവ്. അപ്പൊ ഇവിടെ ഏതാണ് വേർഡ്? സ്മാർട്ട്. സ്മാർട്ട് ആണ് കേട്ടോ. സ്മാർട്ട് ആണ് അഡ്ജക്റ്റീവ് ആയിട്ട് വരുന്നത്. കാരണം ആ ഗേളിനെ നമ്മൾ മോഡിഫൈ ചെയ്തു, കുറച്ചുകൂടെ ഡിസ്ക്രൈബ് ചെയ്തു. അവിടെ സ്മാർട്ട് ആണെന്ന് പറഞ്ഞു ഡിസ്ക്രൈബ് ചെയ്തു. അപ്പൊ ആ സ്മാർട്ട് എന്ന് പറയുന്ന വേർഡിനെയാണ് നമ്മൾ അഡ്ജക്റ്റീവ് എന്ന് പറയാം. ഓക്കെ, then she is a beautiful girl. ഇവിടെ ബ്യൂട്ടിഫുൾ എന്ന് പറയുന്നത് അഡ്ജക്റ്റീവ് ആണ്. ക്ലിയർ? ക്ലിയർ മാം. Clear. She is an excellent student. അവിടെ എക്സലന്റ് ആണ് എന്താ അഡ്ജക്റ്റീവ്. ഓക്കെ, ആ സ്റ്റുഡന്റിന് നമ്മൾ കുറച്ചുകൂടെ നമുക്ക് ക്ലിയർ ആയി
അല്ലെങ്കിൽ നമുക്ക് ഷീസ് എ സ്റ്റുഡന്റ് എന്ന് പറഞ്ഞാൽ ഓക്കെ, അവിടെ സ്റ്റുഡന്റ് ആണ്, അവിടെ വേറെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല, അത് ഒരു സ്റ്റേറ്റ് വേർബ് ആണ്. മനസ്സിലായോ? അവിടെ നൗൺ ഉണ്ട്, പ്രോനൗൺ ഉണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെ അവിടെ അഡ്ജക്റ്റീവിന്റെ ആവശ്യം വന്നിട്ടില്ല. കാരണം അവനൊരു സ്റ്റുഡന്റ് ആണെന്നേ പറഞ്ഞിട്ടുള്ളൂ, ഈസ് എ സ്റ്റുഡന്റ്. പക്ഷെ അവനെ നമുക്ക് ഈസ് എ എക്സലന്റ് സ്റ്റുഡന്റ് എന്ന് പറയുമ്പോൾ നമുക്ക് തന്നെ നമ്മുടെ ഒരു മൈൻഡിൽ ഒരു ഇമാജിൻ വെക്കുന്നത് അല്ലെ, എക്സലന്റ് ആണ്, നന്നായിട്ട് പഠിക്കുന്ന ഒരു കുട്ടിയാണെന്ന് മനസ്സിലാക്കി. അപ്പൊ ആ കുട്ടിയെ മോഡിഫൈ ചെയ്യാൻ യൂസ് ചെയ്ത വേർഡാണ് അഡ്ജക്റ്റീവ്. ക്ലിയർ ആണല്ലോ? അപ്പൊ ഇതുപോലെ നമ്മള് നൗണിനെയും പ്രോനൗണിനെയും മോഡിഫൈ ചെയ്യും. ഇപ്പൊ ഞാൻ പറഞ്ഞത് ഹി ഈസ് എക്സലന്റ് സ്റ്റുഡന്റ് എന്നാണ്, അവിടെ ഹി എന്ന് പറയുന്ന പ്രോനൗൺ നമ്മൾ യൂസ് ചെയ്തേ. മനസ്സിലായോ? അറിയാം. അതുപോലെ സ്റ്റുഡന്റ് എന്ന് പറയുന്ന നൗണും ഉണ്ട്. അപ്പൊ നൗണിനെയും പ്രോനൗണിനെയും മോഡിഫൈ ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യുന്ന ആ വേർഡിനെയാണ് അഡ്ജക്റ്റീവ് എന്ന് പറയാം. അപ്പൊ അഡ്ജക്റ്റീവ് എന്താണെന്നും അതെങ്ങനെയാണ് വരുന്നതെന്നും ക്ലിയർ ആയാലോ? ക്ലിയർ? Yes. Clear, So ma'am. let's make examples. ഒരു കാര്യം ചെയ്യൂ, അഡ്ജക്റ്റീവ് വെച്ചിട്ട് കുറച്ച് എക്സാമ്പിൾസ് എല്ലാവരും ടെക്സ്റ്റ് ചെയ്താൽ മതി കേട്ടോ. പറയണ്ട, ചിലപ്പോൾ പറയുമ്പോൾ ക്ലിയർ ആയെന്ന് വരില്ല. ടെക്സ്റ്റ് ചെയ്യൂ കേട്ടോ. എന്നിട്ട് ആ ടെക്സ്റ്റ് ചെയ്യുന്ന എല്ലാ എക്സാമ്പിളും നിങ്ങൾ നോട്ട്ബുക്കിൽ എഴുതി വെക്കാം. അഡ്ജക്റ്റീവിന്റെ എക്സാമ്പിൾസ് ആണ്. ഓക്കെ? ഇതേപോലെ സെന്റൻസ് പറയൂ. ഒരു അഡ്ജക്റ്റീവ് വേർഡ് വെച്ചിട്ട് ഒരു സെന്റൻസ് ക്രിയേറ്റ് ചെയ്യും. ഞാൻ പറഞ്ഞത് ഷീസ് എ എക്സലന്റ് സ്റ്റുഡന്റ് അല്ലെങ്കിൽ ഷീസ് എ ഡാൻസർ. അപ്പൊ അവിടെ വന്നിരിക്കുന്ന ഈ ഗുഡ് എന്താണ്? അഡ്ജക്റ്റീവ് ആണ്. He's a smart boy. Yeah, correct. Renu is excellent dancer. He's a പറഞ്ഞോ. Renu is a excellent dancer എന്ന് പറയാം. Play out. Okay. Renu is smart. സ്മാർട്ട് വിട്ട് കളിക്കും കേട്ടോ. സ്മാർട്ട് ഓക്കെ, സ്മാർട്ട് പറഞ്ഞു, ഗുഡ് പറഞ്ഞു, എക്സലന്റ് പറഞ്ഞു. ഇനി വേറെ വഴി. ഗുഡ്, സ്മാർട്ട്, എക്സലന്റ്, ഈ 3 അഡ്ജക്റ്റീവ് ഞാൻ ഒഴിവാക്കിയിരിക്കുന്നു കേട്ടോ. ഷീസ് എ ടാലന്റഡ് ഗേൾ. ഓക്കെ, കുറച്ച് ലോങ് സെന്റൻസ് പറയാൻ പറ്റുമോ? Then കുറച്ച് എക്സാമ്പിൾസ് മാത്രമേ പറഞ്ഞുള്ളൂ. എത്രയോ സ്റ്റുഡൻസ് ക്ലാസ്സിലുണ്ട്. ഐ തിങ്ക് 40, around 40 above സ്റ്റുഡൻസ് ഉണ്ട്. എക്സാമ്പിൾസ് കുറച്ചേ വരുള്ളൂ. ഐ മീൻസ് ഗുഡ് സിംഗർ. ഗുഡ്. ഓക്കെ, നെക്സ്റ്റ് ഒരു അതർ വേർഡ് നോക്കൂ. ഒരുപാട് വേർഡ്സ് ഉണ്ട് നമുക്ക് അഡ്ജക്റ്റീവില്. She's an amazing singer. An ആണ് കേട്ടോ, A അല്ല, an ആണ്. She's an amazing singer. His glass is breakable. This glass is breakable. Yeah, that's what I was saying. She's a poor girl. Yeah. She's got a bright no, that's adjective അല്ല ട്ടോ. She got a new car. No, ഇതൊന്നും adjective അല്ല. ഇതുകൊണ്ട് എവിടെ an വന്നു? എന്തുകൊണ്ട് എവിടെ an വന്നു? Yeah, what a question. She's an amazing girl. എന്നല്ലേ പറഞ്ഞേ? Amazing singer. Yeah. Amazing എന്നൊരു പറയുന്ന വേർഡ്, അതുകൊണ്ട് ഇവിടെ an വന്നു. നമ്മൾ യൂസ് ചെയ്ത വോവൽസ് ആണ് അവിടെ. AEIOU എന്ന് പറയുന്ന വോവൽസിന്റെ കൂടെ വോവൽസിന്റെ മുന്നിൽ വരുന്ന ആർട്ടിക്കിൾ an ആയിരിക്കണം, not A. Okay? അതുകൊണ്ടാണ് an വന്നത് കേട്ടോ. ആർട്ടിക്കിൾ ഒക്കെ ഞാൻ പറഞ്ഞു തരുന്നുണ്ട് കേട്ടോ, ക്ലിയർ ആവേ. It is a beautiful woman. She is a beautiful girl. The sky is blue. The cake is delicious. Alexa is a technician. Yeah. That is good place. Yeah. Okay. Then is a cute baby. Yeah. Like a dangerous character is a dangerous character.
ക്യാരക്ടർ ഈസ് ഡേഞ്ചറസ് എന്നല്ലേ പറയാ. ഡേഞ്ചറസ് ഗായ് എന്ന് പറയും. Yeah. Okay. Then adjective എന്താണ്? എല്ലാവരും പറയൂന്ന് ഓരോരുത്തരുടെ പറഞ്ഞേ. What is an adjective? Is beautiful. Okay. ഇനി ആരാ പറയാ adjective എന്താണ് എന്ന് പറഞ്ഞേ കേക്കട്ടെ. നിങ്ങൾക്ക് മനസ്സിലായ രീതിയിൽ adjective എന്താന്ന് പറഞ്ഞേ. ഇതാണ് എക്സാമ്പിൾ. ഞാൻ പറയാം. അഡ്ജക്റ്റീവ് എന്ന് പറയുന്നത് നൗണിനെയോ പ്രോനൗനെയോ മോഡിഫൈ ചെയ്യാൻ ഉപയോഗിക്കുന്ന വേർഡാണ് അഡ്ജക്റ്റീവ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഹീസ് എ ക്യൂട്ട് ബേബി. അതിൽ ഹി എന്ന് പറയുന്നത് നൗണും ബേബി എന്ന് പറയുന്നത് പ്രോനൗണും ക്യൂട്ട് എന്ന് പറയുന്നതാണ് അഡ്ജക്റ്റീവ്. ഓക്കെ ഗോപിക. ഇനി നെക്സ്റ്റ് ആരാ പറയാം? ഞാൻ പറയുന്നേ. നൗണിനെയോ പ്രോണൗണിനെയോ മോഡിഫൈ ചെയ്ത് ഉപയോഗിക്കുന്നതാണ് അഡ്ജക്റ്റീവ്. അതിനുള്ള എക്സാമ്പിള് മീര ഈസ് എ സ്മാർട്ട് ഗേൾ. അതിൽ മീര എന്നുള്ളത് നൗണ്, സ്മാർട്ട് എന്നുള്ളതാണ് അഡ്ജക്റ്റീവ്. ഓക്കെ. Then ഇനി ആരാ? ഇപ്പൊ കുറച്ച് പേര് അൺമ്യൂട്ട് ചെയ്ത് സംസാരിച്ചില്ലേ? നിങ്ങൾക്ക് എന്ത് തോന്നി ഇപ്പൊ സംസാരിക്കുമ്പോ? ആദ്യം കോൺഫിഡൻസ് തോന്നി തുടങ്ങി. കോൺഫിഡൻസ് തോന്നി തുടങ്ങി. കോൺഫിഡൻസ് വന്നു തുടങ്ങി. ഓക്കെ. ഷിബിലക്ക് എന്ത് തോന്നി? എനിക്കും അതന്നെ. ഒരു ആദ്യം ഒന്നുകൂടി ഇത് ഒരു ഇഷ്ടായി തുടങ്ങി ക്ലാസ്സിനോട്. അപ്പൊ നിങ്ങൾ എല്ലാവരും കേട്ടല്ലോ. സംസാരിക്കാത്തവരോടാണ് ഞാനിതൊക്കെ പറയുന്നത്. ആദ്യം അൺമ്യൂട്ട് ചെയ്യാൻ ഒരു പേടി ഉണ്ടാവും, പിന്നെ ഇത് മാറിക്കോളും. ഓക്കെ. അപ്പൊ ആ ഒരു പേടി നിങ്ങൾ മാറ്റൂ. എന്ത് പ്രോബ്ലം വന്നാലും ഫസ്റ്റ് ഫേസ് ചെയ്യണം കേട്ടോ. എന്നാൽ മാത്രമേ അത് നമുക്ക് പേടി മാറി നമുക്ക് ഒരു കോൺഫിഡൻസ് വരുള്ളൂ. നമ്മളെ കൊണ്ട് പറ്റുമെന്ന് തോന്നുന്ന ആ ഒരു നിമിഷമാണ് അത്. ഓക്കെ. നിങ്ങളൊന്ന് ചെയ്യൂ കേട്ടോ. ഞാനതുകൊണ്ടാണ് നിങ്ങളോട് പറയൂ എന്ന് പറയുന്നത്. ഓക്കെ. ഇമോജീസ് ഒക്കെ അങ്ങനെ ഏറ്റവും എളുപ്പം, പക്ഷെ സംസാരിക്കില്ല അല്ലെ. നെക്സ്റ്റ് ആരാ പറയാ? നൗണിനെയോ പ്രോനൗണിനെയോ മോഡിഫൈ ചെയ്യാനോ ഡിസ്ക്രൈബ് ചെയ്യാനോ ഉള്ള വേർഡിനെയാണ് അഡ്ജക്റ്റീവ് എന്ന് പറയുന്നത്. എക്സാമ്പിള് ഷീ ഈസ് എ ബ്യൂട്ടിഫുൾ ഗേള്. ഷീ എന്ന് പറയുന്നത് നൗണും ബ്യൂട്ടിഫുൾ എന്ന് പറയുന്നത് അഡ്ജക്റ്റീവും. നൗണിനെയോ പ്രോനൗണിനെയോ മോഡിഫൈ ചെയ്യാനാണ് അഡ്ജക്റ്റീവ് എന്ന് പറയുന്നത്. ഹീസ് എ ഗുഡ് ബോയ്. അതിൽ ഹീ വരുന്നത് പ്രോനൗണും ഗുഡ് വരുന്നത് അഡ്ജക്റ്റീവും ബോയ് വരുന്നത് നൗണാണ്. മാം, നൗണിനെയും പ്രൊനൗണിനെയും മോഡിഫൈ ചെയ്ത് പറയുന്നതിനെയാണ് അഡ്ജക്റ്റീവ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ ഷീല ഈസ് എ ഗുഡ് സ്വിമ്മർ. ഷീല എന്നുള്ളത് നൗൺ, ഗുഡ് എന്നുള്ളത് അഡ്ജക്റ്റീവ്. സിമ്പിൾ ആണ് അഡ്ജക്റ്റീവ് അല്ലേ? അത് കേട്ടപ്പോ എന്ത് സാധനം എന്ന് വിചാരിച്ചു അല്ലെ? എന്താണിത്? ഓക്കെ, ക്ലിയർ ആണ്, സിമ്പിൾ ആണ് അല്ലെ? ഇനി ആരാ പറയാ? ഞാൻ പറയാം മാഡം. അഡ്ജക്റ്റീവ് ഈസ് എ വേർഡ്. അതൊരു വേർഡാണ് ദാറ്റ് മോഡിഫൈ ഓർ ഡിസ്ക്രൈബ് എ നൗൺ ഓർ പ്രൊനൗൺ. നൗണിനെയോ പ്രൊനൗണിനെയോ ഡിസ്ക്രൈബ് ചെയ്യുന്ന അല്ലെങ്കിൽ മോഡിഫൈ ചെയ്യുന്ന ഒരു വേർഡാണ് അഡ്ജക്റ്റീവ്. ഫോർ എക്സാമ്പിൾ മീര ഈസ് സ്മാർട്ട് ഗേൾ. പറഞ്ഞോളൂ. ഫോർ എക്സാമ്പിൾ മീര ഈസ് എ സ്മാർട്ട് ഗേൾ. മീര എന്ന് പറയുന്നത് നൗണും സ്മാർട്ട് എന്ന് പറയുന്നത് അഡ്ജക്റ്റീവ്. ഓക്കെ. ഇതില് കുറെ പേർക്കൊക്കെ ഒന്ന് സംസാരിക്കണം എന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ പറ്റുന്നില്ല. മനു പി ആർ ഇടക്കിടക്ക് അൺമ്യൂട്ട് ചെയ്യുന്നുണ്ട്. പറയൂ.
ഓക്കെ, നിങ്ങൾക്ക് എല്ലാവർക്കും അഡ്മിറ്റ് ചെയ്ത് സംസാരിക്കാൻ ആഗ്രഹമുണ്ടോ? അങ്ങനെ തോന്നുന്നുണ്ടോ? ടെക്സ്റ്റ് ചെയ്തേ, അറിയാനുണ്ടോ? ഒരു ക്യൂരിയോസിറ്റി. സംസാരിക്കണം എന്ന് ആഗ്രഹമുള്ളവരാണോ? അങ്ങനെയുള്ളവരുണ്ടോ? അതെ. പോരട്ടെ ഒന്ന് അറിയാനാ, എത്ര പേരുണ്ടെന്ന് അറിയാനാ എല്ലാവരും. ടീച്ചറെ, എന്തോ? അതെ, മനു വിയർ എന്നുള്ളത് ഹസ്ബൻഡിന്റെ നെയിമാണ്. എന്റെ പേര് ഫിന എന്നാണ്. പക്ഷേ പ്രൊഫൈലിലെ മനു വി ആർ എന്നാണ് കേട്ടോ. അതെ, ഇമെയിൽ ഐ ഡി ഹസ്ബൻഡിന്റെ കൊടുത്തേക്കണത്, അതാണ് അങ്ങനെ പേര്. പക്ഷെ ഞാൻ പേര് ഓർക്കാൻ ചാൻസ് വളരെ കുറവാണ്. പ്രൊഫൈൽ നെയിം ആയിരിക്കും ഞാൻ ഇപ്പോഴും വിളിക്കാം. സംസാരിക്കാൻ ഇൻട്രസ്റ്റ് ഉള്ളവരാണ്. യെസ് മാം. ഇതില് ഒരു കാര്യം പറയട്ടെ നിങ്ങളോട്. ഇംഗ്ലീഷ് ക്ലാസ് ആണ്, ഓക്കെ, ഇംഗ്ലീഷ് ക്ലാസ് ആണ്. പക്ഷെ നിങ്ങളുടെ ലക്ഷ്യം എന്താണ്? ഇംഗ്ലീഷ് സംസാരിക്കുക എന്നാണ് കേട്ടോ. അതായത് തിയറീസ് മാത്രം പഠിക്കാൻ വന്നിരിക്കുന്നതാണെങ്കിൽ തെറ്റി. തിയറീസ് എല്ലാം പഠിപ്പിക്കുന്നുണ്ട്, അതിന്റെ കൂടെ നിങ്ങൾക്ക് കോൺഫിഡൻസ് ലെവൽ ഇൻക്രീസ് ചെയ്യണം. എന്നാൽ മാത്രമേ നിങ്ങൾ സംസാരിക്കുള്ളൂ. അതിന് വേണ്ടിയിട്ടാണ് നിങ്ങളോട് ഞാൻ പ്രസന്റ് ചെയ്യൂ, നിങ്ങൾ സംസാരിക്കൂ എന്നൊക്കെ ഇവിടുന്ന് പറയുന്നത്. അപ്പൊ കുറെ പേർക്ക് ഇത് ഞാനത് പറയുമ്പോൾ ബോറടിക്കാൻ ചാൻസ് വളരെയധികം കൂടുതലാണ്. ഓക്കെ, തിയറി കഴിഞ്ഞല്ലോ, ഇനി മിസ് എല്ലാവരും കൊണ്ട് പറയിപ്പിക്കായിരിക്കും എന്ന് പറഞ്ഞാൽ എല്ലാവരും ലീവ് ചെയ്ത് പോകും. മനസ്സിലായോ? തിയറി മാത്രം ആവശ്യമുള്ളവരുണ്ട് ക്ലാസ്സിൽ. പക്ഷെ തിയറി ഞാൻ പറയുന്നുണ്ട്, എന്റെ കൂട്ടത്തിൽ എന്റെ ലക്ഷ്യം വേറെയും കൂടിയാണ്. അതുകൊണ്ട് ഇങ്ങനെ സംസാരിപ്പിക്കണം, അതുകൂടെ ഒരു ആഗ്രഹം ഉണ്ട് എനിക്ക്. അതിന് മാക്സിമം ഞാൻ നോക്കും. പക്ഷെ ബാക്കിയെല്ലാം ചെയ്യേണ്ടത് നിങ്ങളാണ്. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ പോലെ ബാക്കി എല്ലാം ചെയ്യേണ്ടത് നിങ്ങളാണ്. ഇപ്പൊ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് കുറെ പേരൊന്നും സംസാരിക്കുന്നില്ല. I'm actually working at chemistry. Yeah, okay. Okay, Anish, clear ആണ്. പറഞ്ഞാലല്ലേ അറിയുള്ളൂ. ഇപ്പൊ മനസ്സിലായിട്ടോ, കുഴപ്പമില്ല. ഓക്കെ, സോ ഞാൻ പറഞ്ഞത് മനസ്സിലായല്ലോ. കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ ഇതെല്ലാം നിങ്ങളോട് പറഞ്ഞാണ്. ഇംഗ്ലീഷ് സംസാരിക്കണം എന്നാണ് എല്ലാവർക്കും ആഗ്രഹം. കുറെ പേർക്ക് ഗ്രാമർ അറിയില്ല. ഗ്രാമർ അറിയാത്തത് ഒരു റീസൺ ആണ്. തിയറീസ് കറക്റ്റ് ആയിട്ട് അറിയാത്ത റീസൺ ആണ്. അതുപോലെ തന്നെയാണ് പ്രാക്ടീസ് ചെയ്യാത്തത്. ഓക്കെ, സോ പ്രാക്ടീസ് ചെയ്യിക്കാൻ മാക്സിമം ഞാൻ നോക്കുന്നുണ്ട്. എന്റെ മാക്സിമം ഞാൻ നോക്കുന്നുണ്ട്. ഓക്കെ, പക്ഷേ നിങ്ങൾ സംസാരിക്കണം. ഞാൻ ഇവിടെ ഇരുന്ന് നെക്സ്റ്റ് ആരാന്ന് ചോദിക്കുന്നത് മാത്രമേ ഉണ്ടാവുള്ളൂ. പക്ഷെ ആരും മിണ്ടില്ല. എല്ലാവർക്കും അൺമ്യൂട്ട് ചെയ്യാൻ ഭയങ്കര ചെയ്യണം അത്രയും ആഗ്രഹം. പക്ഷെ ചെയ്ത് കിട്ടാനാ ഒരു മടി. ഫസ്റ്റ് ഒന്ന് അഡ്മിറ്റ് ചെയ്തിട്ട് നിങ്ങൾ എന്നോടൊന്ന് സംസാരിക്കും. ടീച്ചറെ എനിക്ക് മനസ്സിലായില്ല, മിസ് എനിക്കത് സംസാരിക്കാൻ ബുദ്ധിമുട്ടുണ്ട് എന്നൊന്നും പോലും പറഞ്ഞാലും മതി. അല്ലാണ്ട് അഡ്ജക്റ്റീവിനെ കുറിച്ച് ഒന്നും പറഞ്ഞില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. മനസ്സിലായോ? എനിക്ക് നിങ്ങളൊന്ന് അൺമ്യൂട്ട് ചെയ്ത് കിട്ടിയാൽ മാത്രം മതി. ബാക്കി കുറെ വരും. ഓക്കെ ആണോ? വിശേഷങ്ങൾ സുഖമാണ് എല്ലാവർക്കും? ക്ലാസ് ഒക്കെ ഇങ്ങനെ പോകുന്നു? പറയൂ, കേക്കട്ടെ. എന്തോ ക്ലാസ് ഇന്നത്തെ ഫസ്റ്റത്തെ ക്ലാസ് മിസ്സിന്റെ ക്ലാസ് അല്ലേ? എന്തോ കേട്ടില്ല. ഇന്നത്തെ ക്ലാസ് ഫസ്റ്റത്തെ മിസ്സിന്റെ ക്ലാസ് ആണ്. നെക്സ്റ്റ് ആണേ ഉള്ളൂ വേറെ ക്ലാസ് കൂടെ ഉള്ളത്. ഫ്രൈഡേ ഞാൻ ഓക്കെ. അപ്പോ ക്ലാസ് ഒക്കെ ഓക്കെ ആണ്? ടീച്ചേഴ്സ് കീഴാണ്? ഓക്കെ ആണോ എല്ലാവർക്കും? സെറ്റ് ആയോ നിങ്ങള്? ഇതിൽ നിന്ന് മനസ്സിലായത് വിശേഷങ്ങൾ പറയാൻ എല്ലാവർക്കും നല്ലോണം പറ്റുന്നുണ്ട്. പക്ഷെ ടോപ്പിക്കിനെ കുറിച്ച് പറയുമ്പോഴാണ് ഒരു മടി. തെറ്റും എന്നോടൊരു പേടിയാണോ? ആണോ? തെറ്റെന്ന് വിചാരിച്ചിട്ടാണ് നിങ്ങൾ സംസാരിക്കാത്തത്? കുഴപ്പമില്ലട്ടോ, തെറ്റിയാലും കുഴപ്പമില്ല. ഞാനല്ലേ എന്ന് പറയാൻ ഞാനൊന്നും പറയില്ല. തെറ്റിക്കോട്ടെ, ഓക്കെ. തെറ്റിയാലും ഞാൻ പറയും അതങ്ങനെയല്ല ഇങ്ങനെയാണ്. അപ്പൊ നിങ്ങൾ അത് കറക്റ്റ് ചെയ്യും. ഇത്രയല്ലേ ഉള്ളൂ. മനസ്സിലായോ? പേടിക്കണ്ട, കൂളായിട്ടിരിക്കൂ. ഫസ്റ്റ് ക്ലാസ്സിൽ ഞാൻ വന്ന് പറഞ്ഞാണ് കൂളായിട്ടിരിക്കൂ. ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ ക്ലാസ്സിൽ. ഇത്രയൊക്കെ ഞാൻ പഠിപ്പിക്കുന്നുള്ളൂ. ഇത് ക്ലിയർ ആയല്ലോ? ഓക്കെ. നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോ നൗൺ എന്താണ്, പ്രോനൗൺ എന്താണ്, അഡ്ജക്റ്റീവ് എന്താണെന്ന് എല്ലാവരും പറയണം. ഓക്കെ. സോ പറയാൻ പറയുന്നത് നിങ്ങളിങ്ങനെ റെസ്പോണ്ട് ചെയ്യുന്നില്ലേ? എനിക്ക് ഭയങ്കര ഞാൻ കുറച്ചുകൂടെ ആക്റ്റീവ് ആകും. മനസ്സിലായോ? അല്ലെങ്കിൽ നിങ്ങൾ റെസ്പോണ്ട് എനിക്ക് പോകും. ക്ലാസ് ഭയങ്കര ബോറിംഗ് ആയിട്ട് എനിക്ക്
പറയും നെക്സ്റ്റ് ക്ലാസ്സിൽ. എന്തോ നെക്സ്റ്റ് ക്ലാസ്സിൽ എല്ലാം പറഞ്ഞ് നൗണും പ്രോണൗണും ഒക്കെ പറഞ്ഞു തരും. പറഞ്ഞു തരും. ക്ലിയർ ആവുന്നില്ലല്ലോ. ഷിബില ഉറക്കി പറയൂ, കേട്ടില്ല. നെക്സ്റ്റ് ക്ലാസ്സിൽ ഞങ്ങൾ എല്ലാരും പറഞ്ഞു തരുന്നു. ഓക്കെ, വെരി ഗുഡ്. അങ്ങനെ പറയണം. ഞാൻ ഓരോരുത്തർ വിളിക്കുന്നേക്കാൾ ഏറ്റവും നല്ലത് മിസ്സേ ഞാൻ പറയാ എന്ന് പറഞ്ഞു തരണം. മനസ്സിലായോ? ഇനിയിപ്പോ എല്ലാവരും കൂടെ ഒന്നിച്ച് പറയുമ്പോൾ ചിലപ്പോ അത് ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ ഒരു കാര്യം ചെയ്യണം, പറയാൻ ഇൻട്രസ്റ്റ് ഉള്ളവരെ നിങ്ങൾ പേര് ടെക്സ്റ്റ് ചെയ്താൽ മതി. അപ്പൊ ഞാൻ ഓരോരുത്തരെയും ഒരു 1 by 1 ആയിട്ട് ഞാൻ വിളിക്കാം. അപ്പൊ നിങ്ങൾക്ക് പറയാം. മനസ്സിലായോ? മനസ്സിലായി. ഓക്കെ മാം. ഓക്കെ, ഞാൻ നോട്ട് ഇപ്പൊ ഈ സ്ക്രീൻ ഷെയർ ചെയ്ത നോട്ട് ഇല്ലേ, ഇപ്പൊ സ്ക്രീനിൽ കാണുന്ന നോട്ട് ഞാൻ ക്ലാസ്സിൽ അപ്ലോഡ് ചെയ്യും. നിങ്ങൾ എഴുതിയെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങൾ അത് വേണമെങ്കിൽ പ്രിന്റ് എടുത്ത് വെക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് അല്ലാതെ അത് സേവ് ചെയ്ത് വെക്കാം. എന്തായാലും ഇതന്നെയല്ലേ ഈ നോട്ട് തന്നെയല്ലേ ഉണ്ടാവുക? അതെ അതെ. അത് ഞാൻ സ്ക്രീൻഷോട്ട് ഇട്ടാലും മതി. എന്തായാലും മതി. ജസ്റ്റ് ഇത് കയ്യിൽ വേണം. ഇപ്പൊ ഗ്രാമറിന്റെ എന്തോ ഗോപിക എന്തോ പറയൂ. ഗ്രാമറിന്റെ ടെക്സ്റ്റ് ബുക്കിൽ ഉൾപ്പെടുമെന്ന് ചോദിക്കുന്നത്. ഗ്രാമർ ടെക്സ്റ്റ് ബുക്കിലോ? ടെക്സ്റ്റിലൊന്നും ഉണ്ടാവില്ല കേട്ടോ ഗ്രാമർ. ഞാൻ പറഞ്ഞല്ലോ, എക്സാമിന് ഇംഗ്ലീഷ് ഇല്ല. ഓക്കെ ഓക്കെ. ഞാൻ പറഞ്ഞു ലാംഗ്വേജ് സ്കില്ലാണ്, സ്കിൽ ഇംപ്രൂവ്മെന്റിന് വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് ഈ കോഴ്സിൽ ഇംഗ്ലീഷ് ക്ലാസ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് കേട്ടോ. അതിന് വേണ്ടിയാണ് ഞാൻ നോട്ട് അപ്ലോഡ് ചെയ്യും കേട്ടോ. നിങ്ങൾക്ക് കിട്ടും ഈ നോട്ട്. എന്തായാലും നിങ്ങൾക്ക് കിട്ടും. നിങ്ങൾക്ക് ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കാം, അല്ലെങ്കിൽ പ്രിന്റ് എടുത്ത് വെക്കാം, എനിക്ക് വേണമെങ്കിലും ചെയ്യാം. പക്ഷെ കുറച്ചുകൂടെ നല്ലത് നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ നിങ്ങൾ നിങ്ങളുടെ നോട്ട്ബുക്കിൽ എഴുതി വെക്കുക. ഏറ്റവും നല്ല കാര്യം ഇതാണ് കേട്ടോ. സ്ക്രീൻഷോട്ട് ഒക്കെ എടുത്ത് വെച്ചോളൂ, നല്ല കയ്യിലിരുന്നോട്ടെ, നോട്ടായിട്ട് അവിടെ കയ്യിലിരുന്നോട്ടെ. പക്ഷെ നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ നിങ്ങളുടെ നോട്ട്ബുക്കിൽ ഒന്ന് എഴുതി വെക്കുക. അങ്ങനെ എഴുതുമ്പോ നമ്മുടെ സെൻസ് ഒരു എഴുതുക മാത്രമല്ല നമ്മൾ ചെയ്യാം. നമ്മുടെ ഒരുപാട് സെൻസ് അവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. മനസ്സിലായോ? വിഷൻ ആയിക്കോട്ടെ, ചിലപ്പോൾ പറഞ്ഞെഴുതും, അല്ലെ, ടച്ച് ആയിക്കോട്ടെ. നമ്മൾ ഒരു സെൻസ് അത്രയും സെൻസ് വർക്ക് ചെയ്തിട്ടാണ് നമ്മൾ കാര്യം എഴുതുന്നത്. മനസ്സിലായോ? അപ്പൊ കുറച്ചുകൂടെ ബ്രെയിനിലേക്ക് അത് കണക്ട് ചെയ്യാൻ, രജിസ്റ്റർ ചെയ്യാൻ ഏറ്റവും സിമ്പിൾ ആണ്. ഓക്കെ, അപ്പൊ അങ്ങനെ ഒന്ന് ഫോളോ ചെയ്യൂട്ടോ. മാക്സിമം ഇംഗ്ലീഷ് ഇഷ്ടത്തോടെ പഠിക്കും. ഓക്കെ, ഇംഗ്ലീഷ് നന്നായിട്ട് അല്ല കേട്ടോ. ഇംഗ്ലീഷിന് വേണ്ടി സെപ്പറേറ്റ് നോട്ട്ബുക്ക് വേണം കേട്ടോ. എല്ലാ ക്ലാസ്സും അങ്ങനെ എഴുതരുത്. ഇംഗ്ലീഷിന് വേണ്ടി ഒരു സെപ്പറേറ്റ് നോട്ട്ബുക്ക് നിങ്ങൾ വാങ്ങാം. ഓക്കെ, അതിലായിരിക്കണം ഈ ക്ലാസ്സിലെ എല്ലാ നോട്ട്സ് ഉണ്ടാവേണ്ടത് കേട്ടാ. സേവ് ചെയ്ത് എഴുതാം. സേവ് ചെയ്തേക്കോളൂ, കുഴപ്പമില്ല. അപ്പൊ ഞാൻ പറഞ്ഞപ്പോൾ നിങ്ങൾ എഴുതി വെക്കുക. ഇന്ന് മുതൽ ഇംഗ്ലീഷ് പഠിക്കാൻ തുടങ്ങുക കേട്ടോ. ഇപ്പൊ ഞാൻ പറഞ്ഞതിൽ കൂടുതൽ നിങ്ങൾക്ക് ചിലപ്പോൾ നൗണിനെ കുറിച്ചും പ്രോണൗണിനെ കുറിച്ചും ഗൂഗിൾ സെർച്ച് ചെയ്താലും ഒക്കെ കിട്ടും. ഓക്കെ, അതൊക്കെ എക്സ്ട്രാ നോളജ് ആണ്. ഇപ്പൊ ക്ലാസ്സിൽ ഞാനിത് ബേസിക് ആയിട്ട് പറയുന്നതെന്നുള്ളൂ. അതെനിക്ക് ലിമിറ്റ്സ് ഉണ്ട്. ഒരുപാട് കാര്യങ്ങൾ പറയേണ്ട ശരിക്കും പറഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ പറയേണ്ട ആവശ്യമില്ല. ക്ലാസ്സിൽ അത് അറിയാവുന്നവരുണ്ടാകാം, അറിയാത്തവരുണ്ടാകാം. അറിയാത്തവർക്ക് വേണ്ടി ജസ്റ്റ് ഒരു ബിഗിനേഴ്സിന് വേണ്ടി ഞാൻ ഇത്രയും കാര്യങ്ങൾ സിമ്പിൾ ആയിട്ട് പറയുന്നുള്ളൂ. മനസ്സിലായോ? ഇതിൽ കൂടുതൽ കുറച്ചുകൂടെ കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഗൂഗിൾ സെർച്ച് ചെയ്യാൻ പറ്റും. ഗൂഗിൾ സെർച്ച് ചെയ്യാം, നിങ്ങൾക്ക് യൂട്യൂബിൽ സെർച്ച് ചെയ്യാം. അപ്പൊ നൗണിനെ കുറിച്ചും പ്രോണൗണിനെ കുറിച്ചും കുറച്ചുകൂടെ കാര്യങ്ങൾ നിങ്ങൾക്ക് കിട്ടും. മനസ്സിലായി? ഇത് ഓൾറെഡി നിങ്ങൾക്ക് ഇപ്പൊ മനസ്സിലായി. പക്ഷെ ഇനി കുറച്ചുകൂടെ എക്സ്ട്രാ നോളജോട് കിട്ടുമ്പോൾ നിങ്ങൾക്ക് അതിനെക്കുറിച്ച് ഒരുപാട് നല്ല ധാരണ വരും. ഓക്കെ, ഇതാണ് നൗൺ, എന്താണ് പ്രോണൗൺ, ഇതൊക്കെ ഇങ്ങനെയാണ് നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും. അത് പിന്നീട് ഒരിക്കലും നിങ്ങൾ മറക്കില്ല. മനസ്സിലായോ? നിങ്ങൾ നിങ്ങളുടേതായ എഫേർട്ട് എടുത്തത് പഠിക്കുകയാണെങ്കിൽ ഒരിക്കലും നിങ്ങൾ മറക്കില്ല. മനസ്സിലായോ? അപ്പൊ ഇന്ന് ക്ലാസ് കഴിയുമ്പോൾ ചെയ്യേണ്ട ഒരു കാര്യമാണ് നോട്ട്ബുക്ക് എടുക്കുക. എല്ലാം കഴിഞ്ഞ് കംപ്ലീറ്റ് ചെയ്തിട്ട് മാത്രം വേറൊരു കാര്യത്തിലേക്ക് പോവാം. അതിനുവേണ്ടി നിങ്ങൾ സമയം മാറ്റി വെക്കുക. അതെനിക്ക് പറയാനുള്ളത്. അതിനുവേണ്ടി സമയം മാറ്റി വെക്കാം. സമയമില്ലാന്ന് ഒരിക്കലും പറയരുത്. സമയം മാറ്റി വെക്കാം. 15 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 1/2 മണിക്കൂർ മതി. ഹാഫ് ആൻ അവർ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ നോട്ട്സ് കംപ്ലീറ്റ് ചെയ്യാം. കുറച്ച് കാര്യങ്ങൾ എക്സ്ട്രാ നോളജ് നിങ്ങൾ സെർച്ച് ചെയ്ത് കണ്ടുപിടിച്ച് അത് നിങ്ങളുടെ നോട്ട്ബുക്കിലേക്ക് എഴുതാൻ പറ്റും. ഓക്കെ, നോട്ട്ബുക്ക് എന്ന് പറയുന്നത് നിങ്ങളുടെ നോട്ട്ബുക്കാണ്. നിങ്ങൾക്ക് എന്തും അത് എഴുതാം. മനസ്സിലായോ? ഈ കോഴ്സ് എല്ലാം കംപ്ലീറ്റ് ചെയ്തു എന്തെങ്കിലും ഒരു ദിവസം ആ നോട്ട്ബുക്ക് എടുത്ത് നോക്കുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവണം. ഓക്കെ, ഇതെല്ലാം ഇങ്ങനെയാണ്, മനസ്സിലാക്കാൻ പറ്റണം. അങ്ങനെ മനസ്സിലാക്കാൻ പറ്റണമെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിലായിരിക്കും ആ നോട്ട്ബുക്കിൽ എഴുതേണ്ടത്.
അതായത് ഞാൻ പറയുന്ന പോലെ അത് അതേപോലെ തന്നെ കോപ്പി പേസ്റ്റ് ചെയ്ത് എഴുതേണ്ട ഒരു ആവശ്യം അവിടെ ഇല്ല. ഓക്കെ, ക്ലിയർ ആവുന്നുണ്ടോ? അപ്പൊ ഇന്ന് മുതൽ പഠിക്കാൻ നോക്കാം, നന്നായിട്ട് പഠിക്കാൻ നോക്കാം. ഇതൊക്കെ അറിയാം, ശരി, ഇതൊക്കെ അറിയാവുന്നവരുണ്ടാകാം, എന്നാലും കുഴപ്പമില്ല, നോട്ട്ബുക്കിൽ എഴുതാം. ഇന്ന് ഒന്നുകൂടെ നമുക്ക് പഠിക്കാം ഇന്ന് മുതൽ. ഓക്കെ ആണോ? ക്ലിയർ ആണോ? എനിക്ക് ഇത്രയും പ്രായമായി എന്നൊരു ചിന്ത വേണ്ട കേട്ടോ. ഒരു കുട്ടിയെ പോലെ ഇരുന്ന് പഠിക്കും. സാധാരണ നമ്മൾ കുട്ടികളെ പഠിപ്പിക്കില്ലേ? അപ്പൊ ഒരു കുട്ടിയാണ് ടീച്ചർ, സ്റ്റുഡൻസ് ആ രീതിയിൽ നിങ്ങളും ഒരു കുട്ടിയായിട്ട് നിങ്ങൾ ആദ്യം മുതലേ പഠിച്ചു കൊടുക്കും. അതാണ് ഏറ്റവും നല്ലത്. നമ്മുടെ മൈൻഡിൽ ഓക്കെ എനിക്ക് ഇത്രയും പ്രായം, ഇതൊക്കെ പഠിച്ചിട്ട് എന്തിനാണ്, അങ്ങനെ മൈൻഡ് വേണ്ട കേട്ടോ. എല്ലാം നമ്മുടെ മൈൻഡിലാണ്. ഓക്കെ, നമ്മുടെ മൈൻഡ് തന്നെ മാറിപ്പോകും. നമ്മുടെ പണ്ടത്തെ നമുക്ക് ഏറ്റവും ഓർക്കാനും തിരിച്ചു പോകാനും ഇഷ്ടപ്പെടുന്ന ഒരു കാലഘട്ടം ഏതാണ്? ചൈൽഡ്ഹുഡ് ആണ് അല്ലെ? അതിലേക്ക് ഒന്ന് തിരിച്ചു പോയി നോക്കും. ആ രീതിയിൽ നിങ്ങളൊന്ന് പഠിക്കും. ഓക്കെ, ചില മക്കളുണ്ടെങ്കിൽ മക്കൾക്കൊക്കെ ഒന്ന് പറഞ്ഞു കൊടുക്കും. നമ്മൾ പഠിക്കുന്ന കാര്യം നമ്മൾ മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ കുറച്ചും കൂടെ നമ്മൾ ആ കാര്യം അറിയും. നമ്മുടെ ബ്രെയിനിൽ കുറച്ചുകൂടെ പെട്ടെന്ന് അത് സ്ട്രൈക്ക് ആവും, രജിസ്റ്റർ ആവും. പിന്നെ ഒരിക്കലും മറക്കില്ല. അപ്പൊ മറക്കാത്ത രീതിയിൽ വേണം, മനസ്സിലാക്കി വേണം പഠിക്കാൻ. ബൈഹാർട്ട് ചെയ്യരുത് ഒന്നും. ബൈഹാർട്ട് ചെയ്യാൻ പറയും ഞാൻ, അത് മാത്രം പഠിക്കുക. പക്ഷെ ഇതെല്ലാം നമ്മൾ മനസ്സിലാക്കി പഠിക്കാം. മനസ്സിലാക്കി പഠിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ലൈഫ് ലോങ് നമ്മുടെ കൂടെ ഉണ്ടാവും. മനസ്സിലായോ? ഇതുപോലെ നമ്മൾ പഠിക്കുന്ന സമയത്ത് ഇംഗ്ലീഷ് ഇതുപോലെ പഠിച്ചിട്ടില്ല, ശരിയല്ലേ? അങ്ങനെ പഠിച്ചിരുന്നെങ്കിൽ ഇപ്പൊ പഠിക്കേണ്ട ആവശ്യം ഉണ്ടാവുമായിരുന്നോ? ആ, ഇല്ല. അപ്പൊ ഇനി അങ്ങനെ ആവർത്തിക്കരുത് കേട്ടോ. അന്ന് പറ്റിയത് പറ്റി, പാസ്റ്റ് ഇസ് പാസ്റ്റ് അല്ലെ? നമ്മള് പ്രസന്റിലാണ് ഇപ്പൊ നിൽക്കുക, പ്രസന്റിലാണ് ജീവിക്കുന്നത്. അപ്പൊ ഓരോ മൊമെന്റും ആ രീതിയിൽ എൻജോയ് ചെയ്ത് നന്നായിട്ട് ലൈഫ് എൻജോയ് ചെയ്യാം. ഓരോ മൊമെന്റും കഴിഞ്ഞതിനെ പറ്റി ആലോചിച്ചിട്ടൊന്നും കാര്യമില്ല. ഇനിയും പഠിക്കാൻ അവസരങ്ങളുണ്ട്. പ്രായം ഒരു റീസണേ അല്ല, മനസ്സിലായോ? അപ്പൊ പഠിക്കുക, ഇനിയെങ്കിലും പഠിച്ച് നമുക്ക് ഇംഗ്ലീഷ് നിന്ന് കുറച്ചെങ്കിലും സംസാരിക്കണ്ടേ? നമ്മുടെ ഒരു ആഗ്രഹത്തിന് വേണ്ടി, നമ്മുടെ സന്തോഷത്തിന് വേണ്ടി, നമ്മുടെ ഒരു പ്രൗഡ് മൊമെന്റിന് വേണ്ടി അല്ലെ? നിങ്ങൾക്ക് വേണ്ടി. സോ ഇന്ന് മുതൽ നമ്മൾ ഇംഗ്ലീഷ് പഠിക്കുന്നതായിരിക്കും. ഓക്കെ, ഓക്കെ ആണോ? ഓക്കെ മിസ്. ഓക്കെ ആണ്. ക്ലാസ് എങ്ങനെയുണ്ട്? നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ടോ? സ്പീഡ് കൂടുന്നുണ്ടോ? എന്താണ് ഇത് തോന്നുന്നു? മനസ്സിലാവുന്നുണ്ട് മിസ്. ക്ലിയർ ആണ് മാം. ക്ലിയർ ആണ്. ഓക്കെ, നെഗറ്റീവ് ഒപ്പീനിയൻ എന്തെങ്കിലും ഉണ്ടോ? ഇല്ല 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 മാം. ഇല്ല. ആണെങ്കിലും പറയാം. അപ്പൊ താങ്ക് യു, ക്ലിയർ ആണ്. ഓക്കെ, ഓ ക്ലാസ് ഓക്കെ ആണ്. എന്താണ് നമ്മൾ ഫസ്റ്റ് ക്ലാസ് എടുത്തത്? കഴിഞ്ഞ ഫസ്റ്റ് ക്ലാസ് നമ്മൾ ചുമ്മാ ഒന്ന് സംസാരിച്ചതേ ഉള്ളൂ. ഇന്ന് നമ്മൾ ക്ലാസ് എടുത്തു. നമ്മൾ നൗൺ, പ്രോനൗൺ, വെർബ്, അഡ്ജക്റ്റീവ് അല്ലെ 4 ടോപ്പിക് കവർ ചെയ്തു. ഇത്ര പെട്ടെന്ന് നമ്മൾ 4 ടോപ്പിക് കവർ ചെയ്തു. ഓക്കെ, സോ ഞാൻ പഠിപ്പിക്കുന്നത് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റണം. ഒരുപാട് സ്ട്രിക്റ്റ് ആയിട്ടോ ഭയങ്കര ടഫായിട്ടോ ഒന്നും ആയിരിക്കില്ല ഞാൻ പഠിപ്പിക്കാം. പൊതുവെ എങ്ങനെയാണ്, എങ്ങനെയോ എത്രയോ പെട്ടെന്ന് അത് മനസ്സിലാക്കാൻ പറ്റുന്നോ ആ രീതിയിലായിരിക്കും പഠിപ്പിക്കുക. ഓക്കെ, അതുകൊണ്ടാണ് ഒരുപാട് എക്സാമ്പിൾസോ കുറെ എക്സ്പ്ലനേഷനോ ഒന്നും ആവശ്യമായിട്ട് വന്നില്ല. പെട്ടെന്ന് കാര്യം മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. 4 ടോപ്പിക് നമ്മൾ കവർ ചെയ്യും. സിമ്പിൾ ചെറിയ ടോപ്പിക് ആണെങ്കിൽ നിങ്ങൾക്ക് ഇത് മനസ്സിലായല്ലോ, ഓർത്ത് വയ്ക്കാൻ പറ്റുന്നുണ്ടല്ലോ അല്ലെ? നിങ്ങളുടെ മൈൻഡിൽ ഇപ്പൊ എല്ലാം ഇല്ലേ? നൗൺ, പ്രോനൗൺ, വെർബ്, അഡ്ജക്റ്റീവ് ഇതെല്ലാം നിങ്ങളുടെ മൈൻഡിൽ നിങ്ങൾക്ക് ഓർക്കുമ്പോൾ മനസ്സിലാവുന്നില്ലേ? കിട്ടുന്നില്ല ഞാനും? ഓക്കെ, ഈ നോട്ട്സ് കൂടെ കംപ്ലീറ്റ് ആയാൽ ഓക്കെ ആണ്. അല്ല, നോട്ട് ക്ലിയർ. ഓക്കെ, സോ ക്ലാസ് ഓക്കെ ആണല്ലോ? ഇഷ്ടമായല്ലോ? കുഴപ്പമില്ലല്ലോ? ഇഷ്ടായി. ബോറടിച്ചോ? ബോറടിച്ചിട്ടില്ല. ഗ്രാമർ ക്ലാസ് ബോറടിയാണ്, പക്ഷെ ഇതില്ല. ഗ്രാമർ ക്ലാസ് പൊതുവേ ബോറടിയാണ്, ഉറക്കം വരും. ശരിയാണ്. ടൈമും അല്ലേ ഉച്ച, എന്തോ ഈ ഒരു ടൈമും അല്ലേ 1:30. ആ അതെ, ഉറക്കം വരുന്ന ടൈമാണ്. പക്ഷെ ആർക്കെങ്കിലും ഉറക്കം വന്നോ? ബോറടിച്ചോ? ഇല്ല. അപ്പൊ പഠിക്കാൻ തോന്നുന്നുണ്ട്. തുടങ്ങിയോ? ഇംഗ്ലീഷ് ഗ്രാമർ പഠിക്കാൻ പറ്റും? തുടങ്ങി. ഒരു ഇൻട്രസ്റ്റ് വന്നു തുടങ്ങി. ആണോ? ഈ ഇൻട്രസ്റ്റ് അങ്ങനെ തന്നെ കീപ്പ് ചെയ്യാട്ടോ. ടോപ്പ് ചെയ്തത് കണ്ടിന്യൂ ചെയ്ത് പോകാം. കോഴ്സ് എൻഡ് ചെയ്യുന്നവരെ നമുക്ക് കണ്ടിന്യൂ ചെയ്ത് പഠിക്കാം. ബോറടിക്കുമ്പോ പറയാം നിങ്ങൾ, മിസ് ബോറടിക്കുന്നത് എന്നിട്ട് പറയാം, നമുക്ക് വേറെ ടോപ്പിക്ക് മാറ്റാം. അപ്പൊ ടോപ്പിക്ക് മാറ്റി നമുക്ക് പോകാം. ഓക്കെ, അപ്പൊ
എന്തും പറയാം, മനസ്സിലായോ? ഇംഗ്ലീഷ് ക്ലാസ് എന്തും പറയാം. ഓക്കെ, അപ്പൊ അത്രയൊക്കെ ഉള്ളൂ. പോവാൻ ടൈം ആയി, 1 hour കഴിഞ്ഞു. സമയം പോയത് അറിഞ്ഞില്ല. ശരിയാണോ? എനിക്ക് ഇങ്ങനെ അറിഞ്ഞില്ല കേട്ടോ. പോയത് അറിഞ്ഞില്ല. ഓക്കെ, സോ അപ്പൊ അത്രയൊക്കെ ഉള്ളൂ. നമുക്ക് അതിന്റെ ചെയ്യാം. ഇനി നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. നെക്സ്റ്റ് ക്ലാസ് മീൻസ് വെനസ്ഡേ നമുക്ക് മീറ്റ് ചെയ്യാം. ഓക്കെ, താങ്ക് യു. thank you all. See you on the next class. Okay, bye. ബൈ മാം. Thank you, ma'am.